ഇത് നമ്മളെ സംബന്ധിച്ച് ജനങ്ങൾക്കും നാട്ടുകാർക്കും വളരെയധികം ഉപകാരപ്രദമാണ്. എത്ര തന്നെ പണം ഉണ്ടായാലും അർദ്ധരാത്രി സമയങ്ങളിൽ നമ്മൾ രോഗിയെ എടുത്തിട്ട് നമ്മൾ മറ്റുള്ള സ്ഥലത്തേക്ക് ചേക്കേറി പോകാമെങ്കിൽ ഏത് ഹോസ്പിറ്റൽ നോക്കിയാലും രാത്രി സമയങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാരുണ്ടായിരുന്നില്ല. അവർ 6-7 മണിയാകുമ്പോൾ സ്ഥലം പോകും. അപ്പൊ നമ്മളെ നാട്ടിൽ സംബന്ധിച്ച് ഇതൊരു സേവന വ്യവസ്ഥ വളരെ ഉപകാരപ്രദമാണ്. ഇത് വളരെ നന്നായി പ്രവർത്തിച്ച് കൊണ്ടുപോകാൻ ഞങ്ങളെല്ലാവരും സഹകരിക്കുന്നു. ഞാനും സഹകരിക്കണം. ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ചും ഒരു തീരദേശ ഗ്രാമത്തിൽ ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സൗകര്യങ്ങളാണ് ഇവിടെയുള്ളതെന്ന് ഇവിടം സന്ദർശിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതുപോലെ ലാബിൽ 24 മണിക്കൂർ നമ്മുടെ ലാബ് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് 2 ലാബ് ടെക്നീഷ്യന്മാരുടെ സേവനമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതിൽ ഒരു സെമി ഓട്ടോമാറ്റിക് അനലൈസർ മെഷീൻ നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ ടെസ്റ്റുകളും ബയോകെമിസ്ട്രി, സെറോളജി ഉൾപ്പെടെയുള്ള എല്ലാ രക്തപരിശോധനകളും, മലം, അതുപോലെ മൂത്രം, എല്ലാ ടെസ്റ്റും നമ്മുടെ ഫാർമസി ചെയ്യുന്നുണ്ട്. പത്തോളജി, മൈക്രോബയോളജി മുതലായ ചില ടെസ്റ്റുകൾ, കുറച്ച് സാങ്കേതികമായിട്ടുള്ള കൂടുതൽ ആവശ്യതയുള്ള ചില ടെസ്റ്റുകൾ, ഇവ മാത്രം നമ്മൾ പുറത്ത് DDRC എന്ന് പറയുന്ന ഒരു ലബോറട്ടറി ശൃംഖലയുമായിട്ടുള്ള ടൈഅപ്പിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഫാർമസിയിൽ 24 മണിക്കൂർ നമുക്ക് ഫാർമസി പ്രവർത്തിക്കുന്നുണ്ട്. ഫാർമസിയിൽ നമുക്ക് എല്ലാ മരുന്നുകളും നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാതരം മരുന്നുകളും നമുക്ക് ഫാർമസിയിൽ സ്റ്റോക്ക് ചെയ്യാനുള്ള ലൈസൻസ് നമുക്കുണ്ട്. നമ്മളത് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിന്റെ കാഷ്വാലിറ്റി 24 മണിക്കൂർ നമുക്ക് സേവനമുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഒരു ഡോക്ടറെയും അതുപോലെ തന്നെ നമുക്ക് 6 പാരാമെഡിക്കൽ സ്റ്റാഫാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ സേവനത്തിനായിട്ടുള്ളത്. നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന IP സംവിധാനം നമുക്ക് ഉണ്ട്. 4 IP ബെഡുകളാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ ഒബ്സർവേഷനായിട്ട് 2 ബെഡുകൾ നമ്മളിപ്പോൾ നീക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ നമുക്ക് പ്രാഥമിക വൈദ്യ സഹായ ചികിത്സാ സംവിധാനം മാത്രമേ നമ്മുടെ ഹോസ്പിറ്റലിലുള്ളൂ. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കായിട്ട് കൂടുതൽ മറ്റ് സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനങ്ങൾ, ഇപ്പം ഓർത്തോ, ENT, അതുപോലെ മെഡിസിൻ, അതുപോലെ ഇവരുടെയൊക്കെ സേവനങ്ങൾ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 24 മണിക്കൂർ ഈ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു ഹോം കോൾ വിളിച്ചാൽ വരുന്ന രീതിയിലെങ്കിലും നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന രീതിയിൽ ആക്കാനുള്ള സംവിധാനങ്ങൾ ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. അബുദാബി KMCCയുടെ നേതൃത്വത്തിൽ മാട്ടൂർ പ്രവർത്തിക്കുന്ന ഈ ഹോസ്പിറ്റൽ മാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം 24 മണിക്കൂറും ഡോക്ടറും നഴ്സിംഗ് ഫെസിലിറ്റിയുമുള്ള ഈ ഹോസ്പിറ്റൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്രദമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. രാത്രി എന്തെങ്കിലും പെട്ടെന്ന് അത്യാവശ്യം വന്ന ഓക്സിജൻ ഫെസിലിറ്റി, ഡോക്ടർ എല്ലാം നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. ഇന്നിവിടെ പ്രവർത്തിക്കുന്ന KMCC മെഡിക്കൽ സെന്ററെ സംബന്ധിച്ചോട് പറയുകയാണെങ്കിൽ ഇത് മാട്ടൂർ നിവാസികൾക്ക് ജാതി മത ഭേദമന്യേ വളരെ ഉപയോഗപ്രദമായതും ഗുണമുള്ളതും വളരെ അനുഗ്രഹവുമായിട്ട് ഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം രാത്രി കാര്യങ്ങൾ ആരും വന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളുടെ ക്യൂ കാണാം. രാത്രി കാലങ്ങളിൽ രോഗികൾ കൊണ്ട് പല സ്ഥലത്തും ഓടി നടന്ന് ഡോക്ടറെ കിട്ടാതെ മടങ്ങി വന്ന അവസരം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു ഡോക്ടർ സേവനം പോലും ലഭിക്കാതെ അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം അതിന് പരിഹാരമെന്ന നിലയിൽ KMCC നടത്തുന്ന ഈ ഹോസ്പിറ്റൽ എപ്പോഴും കാലകാലം കെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മൾ നാട്ടുകാരായ നമ്മുടെ കടമയാണ്. ഇവിടെ ഇങ്ങനെ ഒരു KMCC പ്രവർത്തിച്ചു വരുന്നതുകൊണ്ട് വളരെ നല്ല ഉപകാരപ്രദമാണ്. ഒന്നാമത് 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്ന ഈ സെന്റർ നല്ല ഒരു പാവപ്പെട്ട ജനങ്ങൾക്ക് നല്ലൊരു ഗുണകരമാണ്. ഫാർമസി വളരെ വിപുലമായ സൗകര്യമാണ്. അതുപോലെ തന്നെ രാവിലെ അതിരാവിലെയുള്ള ബ്ലഡ് ടെസ്റ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവിടെയുള്ള ഫാർമസിയും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സംരംഭവും വളരെ സൗകര്യപ്രദമാണ്. ഡോക്ടർ എല്ലാ സമയത്തുമുണ്ട്. അതുകൊണ്ട്
ജനങ്ങൾക്കും നാട്ടുകാർക്കും എനിക്കും എല്ലാവർക്കും അത് വളരെ ഉപകാരപ്രദമാണ്. അതിന്റെ സംഘാടകർക്കും അതിന്റെ പ്രവർത്തകർക്കും വളരെ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നു. KMCCയുടെ വന്നിട്ട് മാട്ടൂർ ജനങ്ങൾ വലിയ അനുഗ്രഹമാണ്. അത് ചെറിയെന്ന് പറയാൻ പറ്റൂല. ഞാൻ ഇതിന്റെ അടുത്ത് പാതിരാവിലെ എന്റെ കുട്ടിക്ക് എന്റെ മകൾക്ക് ഇതിലാണ്ട് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോയി. ഒന്നും ഡോക്ടർ ഇല്ലെങ്കിലും നേഴ്സ് അങ്ങനെ നോക്കിയിട്ട് അവിടെ ഒരു അരമണിക്കൂർ കിടത്തിയതിന് ചികിത്സപ്പോഴും മാട്ടൂരിൽ മാത്രമല്ല അടുത്തുള്ള ഈ മടക്കര പഴങ്ങാടി എന്നുള്ള ഇപ്പോൾ ആൾക്കാർ എടുക്കുന്നത്. അതുകൊണ്ട് വലിയൊരു മാട്ടുകാർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ചിന്തിക്കുന്നവർക്ക് വളരെ ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളുണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഫീസ് ഇവിടെ ചാർജ് അല്ലല്ലോ. രാത്രി 24 മണിക്കൂർ കൊടുക്കുന്ന 50 രൂപ 100 രൂപ ഫീസല്ല. നമ്മൾ ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ വണ്ടി ചാർജ് മറ്റുള്ള പ്രശ്നങ്ങൾ ഡോക്ടറെ കിട്ടിയെന്ന് വരില്ല. ഇതൊക്കെ ചിന്തിക്കുമ്പോൾ ഫീസ് ഒരു ഫീസല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മൈലുകൾക്കപ്പുറത്ത് ചുട്ടുപൊള്ളുന്ന അറേബ്യൻ മരുഭൂമിയിൽ കഠിനമായ ചൂടിനെ പോലും അവഗണിച്ച് ജീവിതാഭിലാഷങ്ങളുടെ സഫലീകരണത്തിനായി കഠിനാധ്വാനം ചെയ്യുമ്പോഴും ജന്മം നൽകിയ നാടിന്റെ ജനതക്കായി എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു മെഡിക്കൽ സെന്റർ സമർപ്പിക്കുവാൻ സന്നദ്ധരായവരോടും അതിനെ സഹായിച്ചവരോടും ഇവിടുത്തുകാർക്കുള്ള കൃതജ്ഞതയും പ്രാർത്ഥനയും അവരുടെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാം. സൂക്ഷിച്ചു വയ്ക്കും മനസ്സിൻ പൊൻചിമിഴിൽ മാട്ടൂലിൻ ഗതകാല സൗഭാഗ്യ നിമിഷങ്ങൾ. സൂക്ഷിച്ചു വയ്ക്കും മനസ്സിൻ പൊൻചിമിഴിൽ മാട്ടൂലിൻ ഗതകാല സൗഭാഗ്യ നിമിഷങ്ങൾ. ഇല്ല ഞങ്ങൾക്കാവില്ലൊരിക്കലും നൂനം നിന്നെ വിസ്മരിച്ചിട്ടുള്ളൊരു നിമിഷവും. ഇല്ല ഞങ്ങൾക്കാവില്ലൊരിക്കലും നൂനം നിന്നെ വിസ്മരിച്ചിട്ടുള്ളൊരു നിമിഷവും. കഴിഞ്ഞു പ്രണയനിലാവ് പോലെന്റെ പുലർക്കാല കനവിൻ സ്മൃതികൾ പോലെ ശ്രുതി മീട്ടി കുഴലൂതി നീ വരുന്നു മാട്ടൂർ എന്നന്തരംഗത്തിൽ നൃത്തമാടാൻ.